അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻ തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ടോക്കണേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടൈം എന്ന് പറഞ്ഞത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ക്ലീനിങ്ങും കുളിയും എല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബീഫ് കറിയും പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ ഗീ റൈസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു, കാബേജ് ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് തന്നെ ബീഫ് കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാനെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പഞ്ചായത്തിലേക്കൊന്ന് പോകാണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്തിൽ പോയി വന്നിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഗീ റൈസിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. കാണിക്കുന്നത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈമ റൈസ് ഇല്ലേ, കൈമ റൈസ് ആയിട്ടാണ് ഇതിൽ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ സാധാ ഗീ റൈസ് ഉണ്ടായതിനെക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പറയുന്നുണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും എനിക്ക് നേരം വൈകുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പിന്നെ വേഗം പോയി വന്നിട്ട് ചെയ്യാമെന്നുള്ളതിലാണ് കേട്ടോ. പിന്നെ നെയ്ച്ചോറും പിന്നെ ബീഫ് കറിക്കുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് വീട് എല്ലാം ക്ലീൻ ചെയ്ത് പോയതല്ലേ, പിന്നെ വന്നാൽ പിന്നെ അങ്ങനത്തെ പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാനുണ്ടായതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ അധികം ഇങ്ങനെ തന്നെയാണ് ചെയ്യല്. നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് റെഡി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഉച്ചക്കുള്ള ലഞ്ച് ഉണ്ടാക്കൽ നമുക്ക് ഒരു പണിയായിട്ട് നമുക്ക് തോന്നുകയില്ല കേട്ടോ. കാരണം നമ്മൾ വീട് നല്ല ക്ലീനായി എടുക്കണം. അപ്പോൾ ആ ടൈമിൽ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാലും നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വീട് ക്ലീൻ ആക്കുക എന്നുള്ളതിൽ നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലൊക്കെ വരാം. അപ്പോൾ പിന്നെ വീട് പിന്നെ ഇങ്ങനെ ഒരുപാട് ഇതിൽ മെസ്സായി കിടക്കാവുമല്ലോ. അപ്പോൾ നമുക്ക് ആ ടെൻഷനായി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളില്ല കേട്ടോ. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. നമ്മൾ എന്താ പറയുക, കിച്ചണിലെ ഫുള്ള് പണി കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലീൻ ആക്കാനൊക്കെ നിന്നിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഇടയിൽ കൂടി തന്നെ നമ്മൾ പിന്നെ ഒതുക്കലും തട്ടിപ്പെറുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്നും ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതുപോലെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ലഞ്ച് റെഡിയാക്കുക. എല്ലാ കാര്യങ്ങളും അതുപോലത്തെ മീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കറികളൊക്കെ റെഡിയാക്കുക എന്നുള്ളതിൽ അങ്ങനെയും ചെയ്യലുണ്ട്. ഇപ്പോൾ കാരണം നമ്മൾ എന്താണോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അതിലേക്ക് ചിലപ്പോൾ നമ്മൾ ഉച്ചക്കുള്ള കറിയും കൂടെ രണ്ടും കൂടെ കറി ഒരുമിച്ചാവും വെക്കുക. അപ്പോൾ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് കറി ഉണ്ടാക്കും, ഉച്ചക്കുള്ളതും കൂടി റെഡിയാക്കും. അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ ബേപ്പൂർ പോണ വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ടതിന് ശേഷം എൻ്റെ ഒരു പഴയൊരു ഫ്രണ്ട് എനിക്ക് വിളിച്ചിട്ടാണ്. അപ്പോൾ പഴയതെന്ന് വെച്ചാൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്തുള്ള ഫ്രണ്ടാണ്, യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ അവൾക്ക് ഇവിടുന്ന് നമ്പറൊക്കെ കിട്ടിയിട്ട് അവൾ വിളിച്ചു. പക്ഷെ അവൾ നമ്മളെ വീഡിയോസൊക്കെ കാണലുണ്ട്, പക്ഷേ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ അവൾ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, റസീജ എവിടെയാണ്, എന്നെ കാണണം, എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞാൻ അവളെ കാണാൻ വേണ്ടി പോയി. ബീച്ചിലേക്കാട്ടെ പോയത് ഞങ്ങൾ. അവൾ അങ്ങോട്ട് വരാറിന് ഞാനും ബീച്ചിൽ പോയി. അപ്പോൾ ഞങ്ങൾ പരസ്പരം രണ്ടുപേരും കണ്ട ഉടനെ ഞങ്ങൾ രണ്ടുപേരെ കണ്ണെന്നൊക്കെ വെള്ളം നടന്നു. കാരണം വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം കുറേ കാലം ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് കണ്ടാണ്, പിന്നെ കണ്ടിട്ടേ ഇല്ല. അന്ന് പറഞ്ഞാൽ ഭയങ്കര ബെസ്റ്റുകളായിരുന്നു കേട്ടോ രണ്ടാളും. പിന്നെ അവളെ പറ്റി ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിട്ടില്ല, ഞാനും ശ്രമിച്ചിട്ടില്ല, അവളും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ കണ്ട് ഭയങ്കര ഫീൽ അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണല്ലേ, കുറേ ഫ്രണ്ട്സുകൾ പിന്നെ കറങ്ങാൻ പോവുക. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അവൾ ഭയങ്കര സങ്കടത്തിലിട്ടാണ് പറയുന്നത്. കാരണം അവൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സങ്കടം പോലെ ഫീൽ. ഇപ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലത്തെ ആളൊരു സൈലൻ്റാണ് കേട്ടോ, ഒരു ഒതുങ്ങിക്കൂടുന്ന ടൈപ്പ് എന്ന് പറയില്ല, ഒന്നിക്കും ഉണ്ടാവില്ല, ഒരു സൈലൻ്റായിട്ട് ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കും. എന്നാലും അത്യാവശ്യം നല്ല പഠിക്കുകയൊക്കെ ചെയ്തതിന് SSLC ഒക്കെ അന്ന് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായിരുന്നു. പിന്നെ പഠിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് അവളെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഡിവേഴ്സായിട്ട് നിൽക്കുകയാണ്. 2 മക്കളുണ്ട്, 12, 10, 9 അങ്ങനെ എന്തോ വയസ്സുള്ള 2 മക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഡിവേഴ്സായിട്ട് നിൽക്കുകയാണ്. വീട്ടിൽ ഏകാന്തത, ഒറ്റപ്പെടാന്നൊക്കെ പറയില്ല അങ്ങനെ. പിന്നെ ഉമ്മയില്ല, പിന്നെ ഒരു ആങ്ങളുണ്ട്, ആങ്ങളെയും വൈഫുമാണ് വീട്ടിൽ. അപ്പോൾ അവൾ വീട്ടിൽ ഏതൊക്കെ വീട്ടു ജോലിക്ക് പോയിട്ടൊക്കെയാണ് മക്കളെ നോക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ അവൾക്ക്. അപ്പോൾ അവൾ പറഞ്ഞു, കുറച്ചെങ്കിലും സമയം ആരോടെങ്കിലും എനിക്ക് സംസാരിച്ച് ഇരുന്നാൽ എൻ്റെ മനസ്സിൽ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ പോവുമല്ലോ എന്നുള്ളതിൽ ഞാൻ ഫ്രണ്ട്സായിട്ടൊന്നും ആരെയായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ ആരുമില്ല അവൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും സംസാരിക്കാനൊന്നും. അങ്ങനെയുള്ളതിലാണ് അവൾക്ക്. അപ്പോൾ പഴയതൊക്കെ ഓർമ്മ ആയിട്ടുണ്ടാവും. ഞങ്ങൾ സ്കൂൾ പഠിച്ചിരുന്ന ജീവിതം അതൊക്കെ അവൾക്ക്
ഓർമ്മ. അപ്പോൾ അവൾ എങ്ങനെയൊക്കെയോ നമ്പർ തേടി പിടിച്ച് വിളിച്ചതാണ്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, അവളെ പ്രയാസങ്ങൾ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ കൂടണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞിട്ടോ. പിരിയുമ്പോഴും അവൾക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ മുഖത്ത്, എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു കേട്ടോ അവൾക്ക്. അപ്പോൾ പിരിയുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് എന്ത് പ്രയാസം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇജിന്നെ വിളിച്ചോ, അപ്പോൾ ഞാൻ വരും. അത് വെച്ചിട്ട് ഞാൻ വലിയ ആളായി പറഞ്ഞതല്ല കേട്ടോ, നമ്മളെ കൊണ്ട് പറ്റണത് അവൾക്ക് മാനസികപരമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ അവൾക്ക് സമാധാനം ആവുമല്ലോ എന്നുള്ളതിൽ ഞാൻ പറഞ്ഞു കേട്ടോ. അല്ലാതെ ഞാൻ വലിയ ആളാണ് അവളെ ഇതാക്കാനുള്ള അങ്ങനെയൊന്നല്ല. നമ്മൾ അറിയാമല്ലോ, നമ്മളെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഫ്രണ്ട്സുകൾ തമ്മിൽ നമുക്ക് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ ഫ്രണ്ട്സുകൾക്കിടയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ അവൾക്ക് എന്നെ വിളിക്കാൻ തോന്നിയതും ഞങ്ങൾ കണ്ടുമുട്ടിയതും സംസാരിച്ചതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ നമുക്ക് ഏകദേശം ജീവിതത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം വരില്ല. ഏകദേശം ഒരു 35-40 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിനോട് വല്ലാത്തൊരാഗ്രഹം തോന്നുക. എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ആ കഷ്ടപ്പാടൊക്കെ തരണം ചെയ്ത് ജീവിച്ച് പോകണം എന്നുള്ളത്. അത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. എന്നാലും 30-35 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ അധിക പ്രാരാബ്ദങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള ഒരവസ്ഥ തന്നെയാണ്. പക്ഷേ അതൊക്കെ നമ്മൾ തരണം ചെയ്താൽ നമുക്ക് മതിയാവും. തരണം ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ജീവിതം തുടങ്ങുക അല്ലെങ്കിൽ ആസ്വദിക്കുക എന്നുള്ളത് അത് നടക്കില്ല. കാരണം അത് അതിൻ്റെതായ ലെവലിൽ ഇങ്ങനെ പോകും. കാരണം പിന്നെ ഒരുപാട് കടങ്ങളുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാതെ ഇരിക്കില്ലല്ലോ. നമ്മൾ ആവശ്യത്തിന് നമ്മൾ കഴിക്കും. അപ്പോൾ ഫുഡ് കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല സന്തോഷങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരുപാട് പൈസ നമ്മൾ കടങ്ങളാക്കി വെച്ചിട്ട് ജീവിതം എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുക അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് എന്താണോ ആഗ്രഹം, നമുക്കൊരു യാത്ര പോകണം, ചെറിയൊരു യാത്ര പോകണമെന്ന് വെച്ചാൽ ആ യാത്ര നമ്മൾ പോവുക. പിന്നെ നമ്മൾ നല്ല ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. കഴിഞ്ഞിട്ട് നമ്മൾ ദൂരത്തടിച്ച് ജീവിക്കണം അങ്ങനെയുള്ള ഉദ്ദേശത്തിലല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ പിരിയുമ്പോഴേ ഒരുപാട് സന്തോഷത്തോടും അതിലേറെ ദുഃഖത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്കെൻ്റെ കളിക്കൂട്ടുകാരെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷേ അവളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അതിലേറെ സങ്കടം വന്നിട്ടാണ് അങ്ങനെ. അപ്പം നമ്മളെ പണികളിടയിൽ കൂടെ നമ്മളെ സംസാരം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് പോയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ ബീഫ് പിന്നെ കുക്കറിൽ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറിയിലേക്കുള്ളത്. പിന്നെ ചിക്കനും ഞാൻ മസാല പൊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെയുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവളൊരു വലിയ ആൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിങ്ങും വ്ളോഗും മാത്രമല്ലല്ലോ, നമുക്കിതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോ കൂടെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം കേൾക്കണവർക്ക് അത് ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിലോ അങ്ങനെ ഉള്ളതിലൊക്കെ കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ അത് വലിയൊരു സംഭവമായിട്ടൊന്നും എടുക്കണ്ട. ഇപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൈമ അരിയില്ല, അത് വെച്ചിട്ടാണ് ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ഉള്ള ഒരു അരിയാണ് ഇട്ടത്. നമ്മൾ നെയ്ച്ചോറ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ്. നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും നല്ല ടേസ്റ്റാണ്. അരിയാണെങ്കിൽ നമ്മൾ വെള്ളത്തിലിടുന്ന മുന്നേ തന്നെ നമ്മളിങ്ങനെ സ്മെല്ലടിച്ച് നോക്കിയാൽ നല്ലൊരു സ്മെല്ലൊക്കെയാണ്. നമ്മൾ നെയ്ച്ചോറിൻ്റെ ബിരിയാണീൻ്റെ ഒക്കെ അതേ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ചെറിയ അരി, നമ്മൾ സാധാരണ നെയ്ച്ചോറിൻ്റെ അരി പോലത്തെ അരിയല്ലത്. ഇത് വീഡിയോയിൽ അത്ര തന്നെ കാണുന്നുണ്ടാവുമല്ലോ, ഒരു കുഞ്ഞ അരിയാണ് കേട്ടോ. അപ്പോൾ ഇതായിട്ട് ഞാൻ ഒരു പ്രാവശ്യം നെയ്ച്ചോറ് വെച്ചപ്പോൾ എനിക്ക് പണി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ അറിയുന്ന ഒരു വെപ്പറുണ്ട്, ബിരിയാണി കല്യാണ വീട്ടിലൊക്കെ വെക്കാൻ പോകുന്ന ഒരാളുടെ. അപ്പോൾ അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ പിന്നെ മനസ്സിലാക്കി എടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അരി നല്ലോണം കഴുകിയിട്ട് നമ്മൾ 15 മിനിറ്റ്, അതായത് ഏകദേശം ഞാൻ 15 മിനിറ്റ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കഴുകിയിട്ട് വേണേ വെള്ളത്തിലിട്ട് വെക്കാൻ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അരി കഴുകുമ്പോൾ അരി പൊടിഞ്ഞു പോകും. അത്രയും ചെറിയ അരിയാണ് ഇത് സംഭവം. അപ്പോൾ ഞാൻ നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പാത്രമൊക്കെ കഴുകണം മുന്നേ, കാബേജ് അരിയണ മുന്നേ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അരി നല്ല ഊറ്റി വെച്ചിട്ടുണ്ട് അവിടെ. ഞാനിപ്പോൾ ഇതിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേന് വെള്ളമൊന്നും ഊർന്ന് പോയിക്കോളും. ഇനിയിപ്പോൾ ഞാൻ പോട്ട് വെച്ചിട്ടുണ്ട്. ബിരിയാണി പോട്ടിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ സൺഫ്ലവർ ഓയിലോ ഒന്നെല്ലാം എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് ബിരിയാണി നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. 3/4 കിലോ എന്ന് പറഞ്ഞാൽ 3 കപ്പ് ഞാൻ എടുത്തില്ലായിരുന്നു മെഷറിംഗ് കപ്പ്. ആ കപ്പിന് 3 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നല്ല ചൂടായി വന്നതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അത്രയും ഞാൻ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പെരിഞ്ജീരകം കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം
ഒരു ചെറിയൊരു സവാളയുടെ പകുതിയാണ് ഞാൻ അതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സവാള ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക. നമ്മൾ ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് വഴറ്റി വന്നാൽ മതി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന അരിയില്ലേ, അരി ഇതിലേക്ക് ഇട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് നല്ലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ വെളിച്ചെണ്ണയിലൊക്കെ ഇടുന്നിട്ട് അരി നല്ലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ടൈമിലൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അരി വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ വറുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല്, വെളിച്ചെണ്ണയൊക്കെ ഇടുന്നിട്ട് അരി ഇങ്ങനെ മൂത്ത നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 കപ്പല്ലേ അരി എടുത്തത്, അപ്പോൾ നമ്മൾ 6.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മൾ സാധാരണ നമ്മൾ ഇതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അരി എടുത്തതിൻ്റെ ഡബിളായിട്ടാണ് വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് അതിനേക്കാളും ഞാൻ അരക്കപ്പിലേറെ 3/4 കപ്പോളം അടുത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 6.5 തിരിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം. അപ്പം നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ചെറുനാരങ്ങ കൂടെ ഒഴിച്ചതിന് ശേഷം അരി ഇതുപോലെ ഒന്ന് മെല്ലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് നമ്മൾ തവിട്ടിട്ട് നല്ലൊന്ന് ഇളക്കിയെടുക്കരുത്. ഇതുപോലെ ഒന്ന് പതുക്കെ, കാരണം അരി പൊട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ അരിയാണ്. ഇനി ഞാനതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഇടുന്ന ഒരു ഇലല്ലേ, അപ്പോൾ അതിൽ നിന്ന് 2 ഇല ഞാൻ ഇതുപോലെ നടു കീറിയിട്ട് ഇട്ട് കൊടുക്കും. നെയ്ച്ചോറിൽ ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണി ആയാലും നെയ്ച്ചോറിലായാലും ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും നല്ല ടേസ്റ്റൊക്കെ കേട്ടോ. ആ ഇല കണ്ടാൽ നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല. അപ്പോൾ ആ ഇല കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ അതുപോലെ തുറന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് പശുവിൻ നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാ നെയ്യല്ല ചേർത്ത് കൊടുക്കുന്നത്, മിൽമൻ്റെ നെയ്യില്ലേ, പശു നെയ്യ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ പിന്നെ ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം വറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറാട്ടോ. എല്ലാവരും ഈ അരി വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കി വെക്കണേ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ സാധാ അരി വെച്ചുണ്ടാക്കണതിനെക്കാട്ടും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ അരിയിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കൂടുതൽ നേരം ഒരു 15 മിനിറ്റ് എന്തായാലും നമ്മൾ അരി വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ വെള്ളം വെക്കണ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിന് മുന്നേ എൻ്റെ അടുത്ത് ഒരു അബദ്ധം പറ്റിയെന്ന്, അങ്ങനെയാണ് സംഭവം. ഞാൻ നമ്മൾ സാധാ നെയ്ച്ചോറ് വെക്കുന്ന പോലെ വെള്ളം തികയാതെ വന്നു, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നെയ്ച്ചോറ് റെഡിയായി കിട്ടിയ. നമ്മൾ സാധാ ബിരിയാണീൻ്റെ അരിനെക്കാട്ടൊക്കെ ഇത്തിരി വില കൂടുതലാണ് കേട്ടോ ഈ കൈമ റൈസിന്. കൈമ റൈസ് തന്നെ ഒരുപാട് ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതും അങ്ങനെ 2-3 ടൈപ്പൊക്കെ കൈമ റൈസ് ഉണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ എന്താ ഞാൻ പിന്നെ കറിയൊക്കെ ഒന്ന് വറവ് ചെയ്താണ്, ബീഫ് കറിയല്ലേ, അതൊക്കെ ഒന്ന് വറവ് ചെയ്തെടുത്തു. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാണ്ടായിരുന്നു, അതുകൂടെ ചെയ്തെടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ ക്ലീൻ ആക്കൽ, നമ്മൾ പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ചിക്കനും കൂടെ ഫ്രൈ ചെയ്തതിന് ശേഷം സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കാണാം. പിന്നെ കുറച്ച് എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ കുഞ്ഞിൻ്റെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. മക്കളില്ല കേട്ടോ, അന്ന് മക്കൾ സ്കൂൾ പോയതായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ചോറ് വിളമ്പണത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ അരി ഇങ്ങനെ ഒട്ടി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെച്ച വെള്ളമൊക്കെ പാകമാണ്. പിന്നെ ചോറ് അങ്ങനെ കട്ടാതെ ഇങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.